സംഭവം കാഴ്ചയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, സെയിം അതേമാതിരി തന്നെ പോയിക്കോളൂ കേട്ടാ. വെള്ളപ്പം ചൂർണമാതിരി ഇതങ്ങനെ ആക്കി ഇതാ LM. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. എത്ര മണിക്കൂറാണ് വെക്കേണ്ടത്? ഇത് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺക്രീറ്റ് ദിവസം എടുക്കേണ്ടതാണ്, എടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ നല്ല ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇത് കണ്ടോ, തറയുടെ മേലെ പക്കാണിയിൽ തന്നെ ചവിട്ടി കയറിയോ? ഊറ്റമ്മേ, അതിൻ്റെ മൂലക്കഥ അവിടെ ഇരിക്കട്ടെ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തന്നെ ഈ ഒരു സംഭവം ഇത് അടിക്കണത് കണ്ട സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട തോട്ടങ്ങ നെഗറ്റീവ് പരിപാടികൾ, ഇത് ഒരു ആവശ്യമില്ല, ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെയാണ് അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് എന്താണ് സംഭവം എന്നുള്ളത് വീഡിയോ കാണാത്തവരോ അറിയാത്തവരോ ഉണ്ടോ, അവർക്ക് കൊണ്ട് ഒന്ന് ചെറുതായി ബ്രീഫായി പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഇതിന്റെ തറന്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു ബ്രീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും കാപ്പിലറി ആക്ഷൻ എന്ന് പറയും, അതായത് റേസിംഗ് ഡാംനസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തു. ഭൂമിയിലുള്ള വെള്ളം ചുമര് വഴി വലിച്ചെടുത്ത് മിക്ക വീടുകളിലും, ഇപ്പൊ എന്റെ പെങ്ങളുടെ വീട്ടിലുണ്ട്, അത് നിങ്ങൾ 2 അടി എന്ന് പറഞ്ഞ് അവിടെ ഏകദേശം ഞാൻ ഒന്ന് പറഞ്ഞില്ല ഇതുവരെയും പൊള്ളച്ച് കിടക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവും. ഈ ഒരു സംഭവം തടയാൻ വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. ഇപ്പോ വയൽ നികത്തിയിട്ടുള്ള സ്ഥലങ്ങള്, വാട്ടർ ടേബിൾ ഹൈ ആയിട്ടുള്ള സ്ഥലം, ചെരിഞ്ഞ പ്രദേശങ്ങൾ. അപ്പൊ ഇവിടെയൊക്കെ ചെരിഞ്ഞ പ്രദേശമാണ്. അപ്പൊ എപ്പോഴും ഇതിന്റെ താഴെ, അതായത് ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഫില്ല് ചെയ്തിട്ടുള്ള എർത്തിൽ മഴ നല്ല പെയ്യുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അതെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ ഒരു ചെറിയ കാപ്പിലറീസിലൂടെ, കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള സുഷിരങ്ങൾ ഉണ്ടല്ലോ, അതിലൂടെ ഇതെന്ത് ചെയ്യും, നേരെ മുകളിലേക്ക് കയറി വരും. അപ്പൊ നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കിൽ തിരിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരിയുടെ മുകളിലേക്ക് എണ്ണ കയറുന്ന അതേ പ്രൊസീജിയറാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മളെ പുട്ടി പെയിന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പീൽ ഓഫ് ആയി പൊളിഞ്ഞ് പൊട്ടി, അതായത് ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തറയുടെ മുകളിൽ, പ്ലിന്ത് ബെൽറ്റിന്റെ മുകളിൽ DPC കോഴ്സ് എന്ന് പറയും, ഡാം പ്രൂഫ് കോഴ്സ് ചെയ്യുന്നതും. അതിന്റെ ശേഷം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തേക്കുന്നതിന്റെ മുമ്പായിട്ട് മുമ്പായിട്ടാണ് ഇനി നമുക്ക് പണിയുള്ളത്. ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാൻവിറ്റിന്റെ ഡാം ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം അടിക്കണ്ടല്ലോ, ഈ സംഭവം അടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കപ്പിലറി ആക്ഷൻ, അതായത് ഈ ചുമരിലേക്ക് വെള്ളം കയറുന്നത് തടയണേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ പ്ലിന്ത് ബെൽറ്റ് ഇട്ട് അതിന്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് നമ്മളെ പ്ലിന്ത് ബെൽറ്റ്. അതായത് മുമ്പ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ് ചെയ്ത ബെൽറ്റ് ആണ്. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ കട്ട വെച്ച് കെട്ടി. ഇതിപ്പോ നിങ്ങൾ സ്കേർട്ടിംഗ് അകത്തേക്ക് ഇപ്പൊ ചില കസ്റ്റമേഴ്സ് അത് ചെയ്യും, ചിലവർ അത് ചെയ്യൂല. എന്താണെങ്കിലും ഈ കല്ല് ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ അടുത്ത വർക്ക് വരുന്നത് ഈ മണ്ണിൽ ഇനിയിപ്പോ ഒരു PCC, അതായത് ഒരു കോൺക്രീറ്റ് വരും. ഈ കോൺക്രീറ്റ് ഡയറക്റ്റ് വന്ന് ടച്ച് ആവുന്നത് ഈ പ്ലിന്ത് ബെൽറ്റിന്റെ മുകളിലായിരിക്കും. ചില കേസസിൽ പ്ലിന്ത് ബെൽറ്റിന്റെ ഒപ്പം വരും, ചിലപ്പോൾ ചില കേസസിൽ ഈ കല്ലിന്റെ മുകളിലേക്ക് വരും. സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മണ്ണിൽ എന്തുണ്ടാവും, ഈർപ്പം ഉണ്ടാവും. ഈ ഈർപ്പം ഇപ്പൊ ഈ ബെൽറ്റിൽ മാത്രം ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് അബ്സോർബ് ചെയ്യൂല. പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു PCC കോൺക്രീറ്റ് വരുമ്പോൾ ഈ കോൺക്രീറ്റ് ഈ വെള്ളത്തിന് അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന വെള്ളം എന്ത് ചെയ്യും, നേരെ ഈ കല്ലിലേക്ക് കണക്ഷൻ കിട്ടും. അത് കോൺക്രീറ്റ് ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഇനി അതിന്റെ മുകളിൽ നമ്മൾ ടൈലോ മാർബിളോ എന്താ ചെയ്യുന്നത്, അതിന്റെ ഒരു ചാന്ത് വരും. അതായത് എംസാൻഡും സിമെന്റും വെച്ചിട്ടുള്ള, സിമെന്റും മണലും വെച്ചിട്ടുള്ള ഒരു മിക്സർ വരും. അപ്പൊ ആ ഒരു പ്ലാസ്റ്ററിങ്ങും എന്തായാലും എന്ത് വരും, ഈ കല്ലുമായിട്ട് കണക്ഷൻ വരും. അപ്പൊ അതിലൂടെ കയറുന്ന വെള്ളം എന്ത് ചെയ്യും, ഈ കാപ്പിലറി ആയിട്ട് ഇതിന്റെ മേളിൽ നമ്മൾ ഇവിടെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നേരെ ഈ ഈർപ്പം ഇതിന്റെ മുകളിലേക്ക് വരും. അപ്പൊ അതിനെയും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തത്. അപ്പൊ എങ്ങനെ ഇത് വെള്ളം വലിക്കാതിരിക്കണം? അപ്പൊ ഇത് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലിക്വിഡ് മെംബ്രെയിൻ ആണ്. ബാൻവെറ്റിന്റെ ഡാം ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് മെംബ്രെയിൻ ആണ് ഈ പ്രൊഡക്റ്റ്. അതായത് ഇത് ഇപ്പൊ നിങ്ങൾ ബക്കറ്റിൽ കണ്ടപ്പോൾ ഒരു പേസ്റ്റ് മാതിരിയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെംബ്രെയിൻ ആയിട്ട്, അതായത് ഒരു ഷീറ്റ് ആയിട്ട് ആ സാധനം കൺവേർട്ട് ആവും. എലാസ്റ്റോമറിക് പ്രോപ്പർട്ടിയിൽ അതിന്റെ അകത്ത് ഫൈബറിന്റെ കണ്ടന്റുകളുണ്ട്. നമ്മൾ അന്ന് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ 0 അബ്സോർപ്ഷനാണ്. അതായത് അതിന്റെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ തീരെ അബ്സോർബ് ചെയ്യൂല. അപ്പോൾ ഇപ്പൊ ഈ മണ്ണിൽ ഇനിയിപ്പോൾ എങ്ങനെ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മണ്ണ് ഡയറക്റ്റ് കണക്ട് ആവുന്നത് എവിടെയാണ്, വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിലാണ്, ഡാം ഗാർഡിന്റെ മുകളിലാണ്. ഡാം ഗാർഡ് വെള്ളം അബ്സോർബ് ചെയ്യൂല, ഇല്ല. അതിന് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഡീഗ്രേഡ് ആവാതെ അവിടെ കിടന്നോളും. നല്ല ഹൈ ബോണ്ടിങ് ആണ് ഈ മെറ്റീരിയലിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് ഈ കാപ്പിലറി കണക്ഷൻസ് ഉണ്ടാവില്ല. അത് സ്മൂത്ത് ആയിട്ടുള്ള കോട്ടിംഗ് ആണ്, വാട്ടർ അബ്സോർബ് ചെയ്യാത്ത കോട്ടിംഗ് ആണ്, ഒരു മെംബ്രെയിനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വരുമ്പോൾ വെള്ളം അതുവരെ ഉണ്ടാവുള്ളൂ. ഈ കോട്ടിംഗ് വാട്ടർ അബ്സോർബ് ചെയ്യാത്തടത്തോളം സമയം ഉണ്ടാവുന്നില്ല. നമ്മുടെ വാള് സേഫ് ആണ്. അപ്പൊ ഇനിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ടാണ്
നമ്മുടെ ഈ ഡാം ഗാർഡ് ഇരിക്കുന്നത്. നമ്മൾ തേപ്പ് സമയത്ത് ഇനി സിമെന്റ് ആയാലും ശരി ജിപ്സ് ആയാലും ശരി തേപ്പ് സമയത്ത് ഈ നമ്മുടെ ഈ കല്ലിലേക്ക് ശരിക്കും പിടിക്കുക. അതിന് പക്ഷെ ഇതിന്റെ മേലെ പിടിക്കാൻ ചാൻസ് കുറവല്ലേ? അതിന് ഇത് സ്മൂത്ത് ഫിനിഷ് ആണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ മുകളിൽ അടുത്ത കോട്ടിങ് വരുന്ന സമയത്ത് അതിന്റെ മുകളിൽ സാൻഡ് കൊടുത്തിട്ട് ഇതിനെ റഫൺ ചെയ്യും. റഫൺ ചെയ്യും അതിന്റെ. അപ്പൊ പിന്നെ നമുക്ക് ഇനി നോർമൽ സിമെന്റ് വെച്ചിട്ടുള്ള പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും ഒക്കെ ഒരു പ്രശ്നമില്ലാതെ അതിന്റെ മുകളിൽ ബോണ്ടായിട്ട് നിന്നു. അതിനൊരു കപ്ലിംഗ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ആ റഫ്നെസ് കൊടുക്കും. അപ്പൊ ജാബിർ ഭായ്, അപ്പൊ നമ്മുടെ ഡാം ഗാർഡ് ഇതിന്റെ മേലെ അടിച്ചു, ഈ പറഞ്ഞ മാതിരി തറന്റെ മേലെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ മാതിരി എച്ച് ഷേപ്പിലായി. ഇനി നിങ്ങൾ ഇവിടെ ഫുള്ള് PCC കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ലെവല് എത്ര വീതിയിലാ? അതായത് കോൺക്രീറ്റ് ഇവിടെ വരും. പിന്നെ അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കോൺക്രീറ്റിന്റെ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് വീതിയിൽ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം അതെ ഈ ഒരു കോട്ടിങ് ഇവിടുന്ന് നേരെ ഓവർലാപ്പ് ചെയ്ത് കൊടുക്കും. അതെന്തിനാ വെച്ചാൽ ഇതിന്റെ മുകളിൽ ഇനി പ്ലാസ്റ്ററിങ് വരും, തേപ്പ് വരും. ഈ തേപ്പ് ഡയറക്റ്റ് വന്നിട്ട് എന്താവാൻ പാടില്ല, ഈ PCCന്റെ മുകളിലേക്ക് കണക്ട് ആവാൻ പാടില്ല, അവിടെയുള്ള ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങിന്റെ മുകളിലേക്ക് കണക്ട് ആവാൻ പാടുള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ആയി. ഏകദേശം 2 ദിവസമായിട്ട് നിങ്ങളുടെ പണിക്കാർ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ വന്ന സമയത്ത് ഒരു ആഷ് കളറുള്ള ഒരു സംഭവം അവർ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് വന്ന സമയത്ത് ഇത് ഫുള്ള് കറുപ്പ് കളറായി. എന്തൊക്കെയാണ് ഇവിടെ പ്രൊസീജിയർ, എങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്യണത്? ഇത് ഫസ്റ്റ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. നമ്മളിവിടെ ഈ ബ്രിക്ക് മേസൺറി, അതായത് കട്ട വെച്ച് കെട്ടിയിട്ടുള്ളത് ലാറ്ററൈറ്റ് കല്ല് വെച്ചിട്ട്, അതായത് വെട്ടുകല്ല് വെച്ചിട്ടാണ്, ചെങ്കല്ല് വെച്ചിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു പ്രൈമറി കോട്ട് കൊടുക്കും. ഈ പ്രൈമറി കോട്ട് കൊണ്ട് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് ആ ഒരു സർഫസിനെ സ്ട്രെങ്തൻ ചെയ്യുക, പിന്നെ അത് മാത്രമല്ല ഈ വെട്ടുകല്ലായതുകൊണ്ട് തന്നെ വലിയ വലിയ കുറെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹോൾസ് ഒക്കെ ഒന്ന് അടഞ്ഞ് അപ്പോഴേ നമ്മൾ അതിന്റെ മുകളിൽ ബാക്കി ഈ ഡാം ഗാർഡിന്റെ കോട്ടിങ് അടിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അതിന്റെ മുകളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഹോള് വീണ്ടും അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാൻവെറ്റിന്റെ മാസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റക്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതും വെള്ളം അതിൽ നമ്മളെ സിമെന്റ് ഉണ്ടല്ലോ, നോർമൽ ഗ്രേ സിമെന്റ്, അതും ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മളെ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന പീ സാൻഡ് ഉണ്ടല്ലോ, ആ സാൻഡും കൂടി മിക്സ് ചെയ്യും. ഈ സാൻഡും കൂടി കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഇതിലുള്ള ഈ ഹോൾസും പോർസും ഒക്കെ അടഞ്ഞിട്ട് ഇതിന് നല്ലൊരു സർഫസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സറാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ ചെയ്യുക. അത് ക്യൂറിംഗ് ആയതിന്റെ ശേഷമാണ് ഈ ഡാം ഗാർഡിന്റെ ഫസ്റ്റ് കോട്ട് കൊടുക്കുക. ഫസ്റ്റ് കോട്ടിങ് എല്ലാ ഏരിയയിലും വേറെ പിൻഹോളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിനെ കറക്റ്റ് ചെയ്തതിന്റെ ശേഷം അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു കോട്ടിങ് കൂടി, വിത്തൗട്ട് ഡൈലൂഷൻ ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് രണ്ടാമത്തെ ഒരു കോട്ടിങ് കൂടി കൊടുക്കുക. ഈ രണ്ടാമത്തെ കോട്ടിങ് കൊടുക്കുമ്പോൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം, റഫൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് എറിഞ്ഞു കൊടുക്കും. നമ്മളെ എംസാൻഡോ മണലോ എന്താണോ സൈറ്റിലുള്ളത് അത് എറിഞ്ഞു കൊടുക്കുക, റഫൺ ചെയ്യുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഈ വാള് ഇപ്പം നമ്മൾ സിമെന്റ് വെച്ചിട്ടുള്ള പ്ലാസ്റ്ററിങ്ങോ ഇനി ജിപ്സം പ്ലാസ്റ്ററിങ്ങോ എന്താണെന്നുണ്ടെങ്കിലും വെർട്ടിക്കലി ഈ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനൊരു കപ്ലിംഗ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സാൻഡിന്റെ അപ്ലിക്കേഷനും കൂടി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഫസ്റ്റ് ചെയ്യാതെ. പിന്നെ അതിന്റെ ശേഷം ഈ PCC കോൺക്രീറ്റ് നിങ്ങൾ ചെയ്യും. അപ്പൊ ഈ PCC കോൺക്രീറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അഡ്മിക്സറും കൂടി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരണമായിരുന്നു. ബാൻവെറ്റിന്റെ ആർമർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് ആർമർ. അപ്പൊ നമ്മൾ നോർമലി മാർക്കറ്റിലൊക്കെ കിട്ടുന്ന അഡ്മിക്സർ സാധാരണ ആഡ് ചെയ്യൽ ഒരു ചാക്ക് സിമെന്റിലേക്ക് 200 ml, ഇതും അതേ റേഷ്യോ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും, വർക്കബിലിറ്റി എൻഹാൻസ് ആവും, അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ആവും. നമുക്ക് വിസിബിളിലി അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അത് ക്യൂറിംഗ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കോൺക്രീറ്റ് PCC ഒക്കെ നമ്മൾ നോർമലി ചെയ്യുന്നത് പെട്ടെന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും, ഇത് അങ്ങനെ അബ്സോർബ് ചെയ്യൂല. അതെ, അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താഴെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് മറ്റേ ഇറ്റാലിയൻ മാർബിൾ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റാലിയൻ മാർബിൾ ടൈൽസ് വാങ്ങാനുള്ള വകുപ്പാണ് നോക്കുന്നത്. ടൈൽസ് സാധാ ടൈൽസ് ഇനിയിപ്പോ ടൈലായാലും ഇനിയിപ്പോ മാർബിൾ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള പോളിഷ് ഫിനിഷ് ഒക്കെ ഉണ്ടല്ലോ, ചില വീട്ടിലൊക്കെ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ പോളിഷ് ഫിനിഷ് ഒക്കെ ഇങ്ങനെ ഡാമേജ് ആണ്. അതെന്താ വെച്ചാൽ താഴത്തുനിന്ന് ഈർപ്പം കയറിയിട്ടാണ്. ഈ മാപ്പ് അപ്പൊ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ഒക്കെ വാങ്ങിക്കുന്ന ഒരാൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് അത് ഈ രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ. അതെ, അപ്പൊ അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺക്രീറ്റിന്റെ അബ്സോർപ്ഷനെ റെഡ്യൂസ് ചെയ്യാൻ ഈ ആർമർ തന്നെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അത് PCCയിൽ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് RCCയിൽ യൂസ് ചെയ്യാം. ഇനി ആരെങ്കിലും പ്ലാസ്റ്ററിങ് എക്സ്റ്റീരിയർ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ
ഏതെങ്കിലും സ്പെഷ്യൽ കേസസിൽ ഈ സാധനം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോൾ റീറ്റൈനിങ് വാൾ, അതായത് മണ്ണ് ബാക്കിൽ വരുന്ന രീതിയിലുള്ള വാളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റീറ്റൈനിങ് വാളിൻ്റെ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പൈലിംഗ് ചെയ്തിട്ട് താഴേക്ക് കോൺക്രീറ്റ് കൊടുക്കുന്ന ആൾക്കാർ, മണ്ണിൻ്റെ അടിയിലേക്ക് തറ ഉണ്ടാക്കുമ്പോഴുള്ള കോൺക്രീറ്റ് അവിടെ ഒന്നും വാട്ടർ പ്രൂഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ആൾറെഡി മണ്ണിൽ കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ഇട്ട് പോവാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള കമ്പിയൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിക്സർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു വാട്ടർ അബ്സോർബ് ചെയ്യാത്തൊരു ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഈ വീഡിയോ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ആദ്യം പറയും ഇത് കരിയോയിലാണ്, ഇത് വിറ്റമിനാണ്, ഈ സംഭവം അടിച്ചിട്ട് ഒരു കാര്യമില്ല, മഴയത്ത് ഇളകിപ്പോവും, ചവിട്ടിക്കഴിഞ്ഞാൽ അത് കാലിൽ പോരും, അതൊക്കെ പറയും. അതെന്താ അറിയോ, അതൊക്കെ അവരുടെ അനുഭവമാണ്, അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്താ അറിയോ, ഇത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള. അങ്ങനെയുള്ളവർക്ക് എന്താ പറയാനുള്ളത്? ഇത് ശരിക്ക് അങ്ങനത്തെ സംഭവം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അധികം ആൾക്കാരും ബാൻവെറ്റിന്റെ വീഡിയോസ് നമ്മളിത് ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഇത് കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ, അതായത് ഇത് ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റിൽ വരുന്നത്. എന്നിട്ട് പല ആൾക്കാരും നേരെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിയറസ്റ്റ് എവിടെയെങ്കിലും ഒരു ഷോപ്പിലോ എവിടെയെങ്കിലും പോയിട്ട് തറയിൽ അടിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവരൊരു സാധനം കൊടുക്കുന്നത്, അപ്പോൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് കണ്ടു കഴിഞ്ഞാലും കറുപ്പാണ്, ഇത് കണ്ടു കഴിഞ്ഞാലും കറുപ്പാണ്. അപ്പോൾ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കാണണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് എനിക്കൊരു ഒരു ചെറിയ പാക്കറ്റ് തറയിൽ അടിക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൂടിയുള്ള കമ്പാരിസൺ ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പൊ അത് കാണിച്ചാലെങ്കിലും അവർക്ക് മനസ്സിലാവും അല്ലേ? എന്നാൽ ഞാനത് അറേഞ്ച് ചെയ്യട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ജാബിർ ഭായ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഏതാ ബ്രാൻഡ് എന്നൊന്നും പറയില്ല ഭായ്. സ്ക്രൂ ഡ്രൈവർ ബ്രാൻഡ് ഏതാണ് എന്ത് പറയില്ല, ബ്രാൻഡൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാണല്ലോ അതിന്റെ ശരി. ഓക്കെ, സംഭവം ഇത് കാഴ്ചയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, സെയിം അതേമാതിരി തന്നെ ബ്ലാക്ക് കളറാണ്. അതേ ബ്ലാക്ക് കളർ, ഒരു പ്യുവർ കോൾഡ് അപ്ലൈഡ് വിറ്റമിൻ ആണിത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും കറുപ്പ് അല്ലേ? അതെ അതെ. ബൈ ബൈ തോടാ ദിക്കോ ഹമാരെ സമാൻ. ഇത് ബാൻവെറ്റിന്റെ ഡാം ഗാർഡ് നമ്മുടെ ഇത്, അതായത് ഇത് ഒരു ആഷ് കളർ, ഒരു ബ്ലൂയിഷ് കളർ മാതിരി ഉണ്ട്. ഇത് പക്ക ബ്ലാക്ക് കളറാണ്. കാഴ്ചയിൽ വലിയ വ്യത്യാസം. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും ബ്ലാക്ക് കളർ ആവും. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിളി ഒരേപോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താന്നുള്ളത്, ഇപ്പൊ ഇത് ഈ ഒരു ഇതിന്റെ ഒരു അടപ്പാണ്. ഈ അടപ്പിന്റെ മുകളിൽ രണ്ട് മെറ്റീരിയലും കുറച്ച് ഒഴിച്ച് ഇതിനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉണങ്ങി കഴിയുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പെർഫോമൻസ് എന്താന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ പെണ്ണെന്തരി ഇതാണ് മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനം. അപ്പോൾ ലോക്കൽ മാർക്കറ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാം ഇത് ഇട്ട് വെക്കാം ഞാൻ. ഇത് നമ്മുടെ ബാൻവിറ്റിന്റെ സാധനമാണ്. ഇതിന് വലിയൊരു ബി ഇട്ട് കൊടുക്കാം, ഒരു മാറ്റവും വരാതിരിക്കാൻ. ഇതാ മാർക്കറിൽ ചെയ്തിട്ടുള്ളതാണ്, ഇതേ സാധനം തന്നെ. ഈ രണ്ട് സാധനവും നമുക്ക് ഒഴിക്കാം. ആദ്യം നിങ്ങൾ തന്നെ ഒഴിക്കുക. അതെ, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനം ഇത് ഒരു ഇച്ചിരി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഉണക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുണ്ടല്ലോ അല്ലേ? ധാരാളം മതി അല്ലേ? അതെ. ഇതിനൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് ഇതിനൊന്ന് ഉണക്കാം. നോക്കിക്കോളൂ കേട്ടാ, വെള്ളപ്പം ചൂർണ്ണമാതിരി ഇതങ്ങനെ ആക്കി. ഇതാ LM. ഓക്കെ, നമ്മുടെ ബാൻവിറ്റ് ഇതാ അടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ബായിൻ്റെ നിന്ന് വാങ്ങിച്ചു. ഇതാ നമ്മുടെ ബാൻവിറ്റിൻ്റെ ഡാം ഗാർഡ്, ഇതാ വെള്ളപ്പം ചൂർണ്ണമാതിരി ഇതങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ആക്കി. ഇതാ ബാക്ക് കൺട്രോളിങ് ബേ. ഓക്കെ, ഇതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിലത്ത് വെച്ച് ഇതിന് കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. എത്ര മണിക്കൂറാണ് വെക്കേണ്ടത്? ഇത് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ തന്നെ 2 ദിവസം തന്നെ വെക്കാം. അപ്പൊ അസിയേ, ഈ രണ്ടെണ്ണം എടുത്തിട്ട് ഇതാ എവിടെയും ഉപദ്രവമില്ലാത്ത കോളത്തിൽ ഏറ്റവും ടോപ്പിൽ വെയിലത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ കോൺക്രീറ്റ് ദിവസം ഇത് എടുക്കേണ്ടതാണ്, എടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ഒന്ന് മേലെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി കേട്ടാ. അപ്പൊ ജാബിർ ഭായ്, അപ്പൊ ഇത് ഉണങ്ങിയതിന് ശേഷം ജനങ്ങൾക്ക് പക്കയായിട്ട് കാണിച്ചു കൊടുക്കുക. അതെ, എന്താണ് ഇപ്പൊ ആൾക്കാർ പറയുന്ന നെഗറ്റീവ് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളതും ബാൻവെറ്റിന്റെ ഡാം ഗാർഡിന്റെ വ്യത്യാസം എന്താണെന്നുള്ളതും നമുക്ക് കാണിച്ചു കൊടുക്കും, വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. അപ്പൊ ചെങ്ങന്മാരെ, നമ്മൾ ഈ പറഞ്ഞ മാതിരി തന്നെ 3 ദിവസം വെയിലത്ത് വെച്ചിട്ട് 4-ാം ദിവസം സംഭവം പുറത്തേക്ക് എടുത്തിക്കാണ്. ഇതാ സെയിം സാധനം. കാഴ്ചയിൽ തുടക്കത്തിൽ ഇതൊരു ബ്ലാക്കും ഇതൊരു മറ്റേ ഒരു ബ്ലൂയിഷ് കളർ ആയിരുന്നു. ഉണങ്ങി വന്നപ്പോ രണ്ടും ബ്ലാക്ക്. നമ്മളിതിനാണ് ഒരു ഗ്രേ കളർ ഉണ്ടായിരുന്നത്. അതെ, അപ്പൊ ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ രണ്ടും ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക്, പക്ഷെ ഇതിന്റെ സർഫസ് വ്യത്യാസമുണ്ട്, ഒരു ഗ്ലോസിനെസ് ഉണ്ട്. ഇത് അതെ,
പിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ബ്ലാക്ക്. ഇതിലാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാഴ്ചയിൽ ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ലിക്വിഡ് മെംബ്രെയിൻ ആണ്. അതായത് ഇതിനിപ്പോ നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെംബ്രെയിൻ ആയിട്ട് ഒരു ഷീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡ് ഭാഗത്തുനിന്ന് ഈ കോട്ടിങ്ങിനെ കണ്ട് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അത് അത്യാവശ്യം നല്ല ബോണ്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇത് കണ്ടോ? ഓ, ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നും ആവില്ല അല്ലേ? ഇല്ല, ഒന്നും ആവില്ല. ഇതാണ് നമ്മുടെ ഈ തറന്റെ മേലെയും ഭിത്തിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പരുവത്തിലാവും. അതെ, ഇത് ശരിക്കും എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഒരു മെംബ്രെയിൻ ആവും. അപ്പോൾ ഈ ഒരു മെംബ്രെയിൻ നമ്മൾ ഇതിന്റെ മുകളിൽ അടിക്കുമ്പോൾ, അതായത് പേസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അടിക്കുമ്പോൾ ആ സർഫസിന് ഒരു മോൾഡ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ തീരെ എയർ ഗ്യാപ്പോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ, പിൻഹോൾ ഒന്നും ഇല്ലാതെ ഇത് ഒരു ഇതേപോലത്തെ ഒരു ഷീറ്റ് ആയിട്ട് വെള്ളത്തിന് കടത്തി വിടാത്ത ഒരു ബാരിയർ ആയിട്ട് അതിന്റെ മുകളിൽ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുക. ഇതിനൊരു പ്രശ്നവും വരില്ല, ഒരു കാലത്ത് ഒരു കുഴപ്പവും വരില്ല. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഈ ഒരു മെറ്റീരിയൽ ഇതിനെ നമ്മൾ റിമൂവ് ആക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മെംബ്രെയിൻ ആയിട്ട് കിട്ടൂല. ഇത് കണ്ടോ? ഇതിങ്ങനെ അതുപോലെ ഇങ്ങനെ റിമൂവ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രശ്നമാണ് എന്ത്, ഇത് ജസ്റ്റ് വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇനിയും ഒന്നും കൂടി എന്താവും, മെൽറ്റ് ആവും. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഇതിന്റെ മുകളിൽ കൂടി നടക്കുമ്പോഴോ അതെല്ലാം തന്നെ എന്തെങ്കിലും സാധനം വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സാധനം അതിന്റെ കൂടെ ഒട്ടിയിട്ട് റിമൂവ് ആയിട്ട് പോരും. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ പോവാ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് പിന്നെ നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഈ ഉണങ്ങിയ ഈ റിമൂവ് ആയ ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്താവും, അങ്ങനെ കൈമ ഒട്ടിക്കാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട ഒരു നിലക്കും പറ്റൂല അല്ലേ? അപ്പൊ ചങ്ങാവരെ ഇതേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമല്ല. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റും നമ്മുടെ ബാൻവിറ്റിന്റെ ഡാം ഗാർഡ് എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റും ഇതിനെക്കാട്ടിയും കുറച്ച് വില കൂടുതലാണ് ഇതിന്. പക്ഷേ എങ്കിലും അതിന്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് വെറുതെ പേരിനടിക്കുക. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആ ഒരു പരിപാടി കെപ്ലർ റിയാക്ഷനും ചുമരിൽ വരാതിരിക്കുന്ന ഈ പൊള്ളലുകളും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അടിക്കണം. അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, പല വീടുകളിലും പോയിക്കാൻ ചുമരിൽ ഇങ്ങനെ പൊള്ളച്ച് കിടക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് മേലെന്നുള്ളത് ഈ സംഭവമൊക്കെ എന്തിനു പറയുന്നത്, നമ്മുടെ വാസിലിന്റെ വീട്ടിൽ തന്നെ ഒരു മൂല കംപ്ലീറ്റ് പൊളിഞ്ഞിങ്ങോട്ട് കിടക്കണം. അന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല, ഇനി ഉണ്ടെങ്കിലും നമ്മൾ അന്ന് കാര്യമാക്കൂല. ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഈ സംഭവം കൊണ്ടുള്ള ഗുണം വേറൊന്നുമല്ല, നമ്മൾ ഇപ്പൊ ഈ സ്റ്റേജിൽ ഇത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാവുന്ന കാര്യമല്ല. ഇല്ല, വേറൊരു സൊല്യൂഷൻ അതിനില്ല. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, തുടങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഈ ഒരു സ്റ്റേജിലുള്ളവർ ഈ സംഭവം ശ്രദ്ധിച്ചോളിട്ട. എന്തെന്നെ ആയാലും ഇതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഭാവിയിലുണ്ടാവും. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള കിടു വീഡിയോ കാണുന്നവരെ ബൈ.